ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നോർമലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഇപ്പോൾ നോർമലൈസേഷൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ്? ഡെഫിനേഷൻ അല്ല, നോർമലൈസേഷൻ എന്ന് പറയുന്നത് ഇതാണ്: മേക്ക് ദ ഡാറ്റാബേസ് ഡിസൈൻ ഗുഡ്. ഒരു ഡാറ്റാബേസിൻ്റെ ഡിസൈൻ നല്ലതാക്കുക, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആക്കുക, അല്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക. അപ്പം ഗുഡ് എന്ന് പറയുന്നത് ഒരു മെഷറബിൾ ക്വാണ്ടിറ്റി അല്ല ഇവിടെ ഡാറ്റാബേസിൻ്റെ ഡിസൈനിൽ. എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു ഡെഫിനേഷൻ, ഏത് ഡാറ്റാബേസ് ഡിസൈനാണ് ഗുഡ്, ഏതാണ് ബാഡ് എന്നുള്ളതിന് വ്യക്തമായ ഒരു ഡെഫിനേഷൻ ഇല്ല. നമ്മൾ പറയുന്നത് സംവാട്ട് ഗുഡ്. അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അനോമലീസ് ഉണ്ടായിരുന്നു, റിഡൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി ഒരു ഡാറ്റാബേസിൻ്റെ ഡിസൈൻ, അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസിൻ്റെ ഡിസൈനിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. ആ പ്രോസസ്സിനെയാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഡാറ്റാബേസ് നോർമൽ ഫോമാണ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് വിച്ച് ഈസ് നോർമലൈസ് ചെയ്ത ഒരു ഡാറ്റാബേസിനെയാണ് ഡാറ്റാബേസ് ഇൻ നോർമൽ ഫോം നമ്മൾ പറയുന്നത്. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് 4 ലെവൽ ഓഫ് നോർമൽ ഫോംസ് ആണ്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഫസ്റ്റ് നോർമൽ ഫോമാണ്, സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് സെക്കൻഡ് നോർമൽ ഫോമാണ്, തേർഡ് ലെവൽ തേർഡ് നോർമൽ ഫോം, ആൻഡ് ലാസ്റ്റ് ലെവൽ ബോയ്സ് കോഡ് നോർമൽ ഫോം. ഇതിൻ്റെ മുകളിൽ ലെവൽസ് ഉണ്ട്. നമ്മൾ ഈ 4 ലെവൽസാണ് ബേസിക്കലി കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 1NF ആണ് ഏറ്റവും ലാർജ് കാറ്റഗറി. അപ്പോൾ ഒരു ഡാറ്റാബേസ് വോയിസ് കോഡ് നോർമൽ ഫോമിലാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി 3NF ആയിരിക്കും, 2NF ആയിരിക്കും, 1NF ആയിരിക്കും. ഇനി ഒരു ഡാറ്റാബേസ് 3NFിലാണെങ്കിൽ അത് 2NFും 1NFിലും ഓൾറെഡി ആയിരിക്കും. 2NF ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി 1NFും ആയിരിക്കും. ഇപ്പോൾ 1NF ആണ് ഏറ്റവും ബേസ് ഫോം. അതിന് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് NF കിട്ടി, കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞാൽ തേർഡ് NF ആയി, അതിനെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞാൽ BCNF ആയി, ബോയ്സ് കോഡ് നോർമൽ ഫോമിലേക്ക് മാറും. ഇതാണ് ഐഡിയ. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ഫസ്റ്റ് NF അല്ലെങ്കിൽ ഫസ്റ്റ് നോർമൽ ഫോം എന്താണ്, ഫസ്റ്റ് നോർമൽ ഫോമിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നൊക്കെയാണ്. ഫസ്റ്റ് നോർമൽ ഫോം, ഇപ്പോൾ ഡെഫിനേഷൻ അനുസരിച്ച് ഫസ്റ്റ് നോർമൽ ഫോമിൻ്റെ ഡെഫിനേഷനിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഡാറ്റാബേസിൽ ഒന്നെന്ന് പറയുന്നത് all attributes must have an atomic domain. Atomic domain എന്ന് പറഞ്ഞാൽ ഇൻഡിവിസിബിൾ ഡൊമൈൻ. അതായത് നമുക്കൊരു ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. അപ്പോൾ ഒരു ആട്രിബ്യൂട്ടിന് വാല്യൂ കൊടുക്കുമ്പം ആ വാല്യൂ ഒരിക്കലും കോമ്പോസിറ്റ് ആകരുത്, അല്ലെങ്കിൽ ആ വാല്യൂവിന് നമുക്ക് പിന്നെയും ചെറുതാക്കാൻ പറ്റരുത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ പേര് എഴുതുകയാണ്, മൻമോഹൻ സിംഗ് എന്ന് പേര് എഴുതി കഴിഞ്ഞാൽ ഇത് ഒരു സിംഗിൾ നെയിം ആണ്. ഈ നെയിമിന് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ നെയിം മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന നെയിം അറ്റോമിക് അല്ല, അതെന്ന് പറഞ്ഞാൽ 2 വാല്യൂ ചേർന്നതാണ്, ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ചേർന്നതാണ്. വേറൊരു എക്സാമ്പിൾ അഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഹൗസ് നെയിം വരും, പിന്നെ സ്ട്രീറ്റ് നെയിം വരും, പിന്നെ ഡിസ്ട്രിക്റ്റ് വരും, പിൻകോഡ് വരും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്രസ്സിനെ നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതൊരു കോമ്പോസിറ്റ് വാല്യൂ ആണ്, അത് കുറേ കാര്യങ്ങൾ ചേർന്ന വാല്യൂസാണ്. ഇത് അറ്റോമിക് അല്ല. അപ്പോൾ നമ്മൾ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പം അതിലൊരു ആട്രിബ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കോമ്പോസിറ്റ് വാല്യൂസ് വരാൻ പാടില്ല. അതാണ് ഫസ്റ്റ് NFിലെ ആദ്യത്തെ കാര്യം. അപ്പോൾ ഇങ്ങനത്തെ കോമ്പോസിറ്റ് വാല്യൂസ് വരുവാണെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ എന്താണ് ഉള്ളിലുള്ള എങ്ങനെയാണോ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ വാല്യൂവിനെയും ഓരോ ആട്രിബ്യൂട്ട് ആക്കണം. അപ്പം നെയിമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ആക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, an attribute should not have more than one value. ഇതാണ് നമ്മൾ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റാബേസ് ആണ് നമ്മൾ
ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് ഫോൺ നമ്പർ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ടാവും. ഇപ്പോൾ ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ, ഒരു സ്റ്റുഡൻറ്റിന് തന്നെ 3 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഫോൺ നമ്പറിൻ്റെ കോളത്തിൽ നമ്മളിത് കോമ ഇട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിന് ഫോൺ നമ്പർ 3 എണ്ണം ഉണ്ട്. അപ്പോൾ സെയിം ആട്രിബ്യൂട്ട് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്, സെയിം ആട്രിബ്യൂട്ടിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയും കൊടുക്കാൻ പാടില്ല. ഒരു ആട്രിബ്യൂട്ടിന് ഒരു റോയിൽ ഒരു വാല്യൂ വരാൻ പാടുള്ളൂ. നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം, അതായത് എല്ലാ ആട്രിബ്യൂട്ടും അറ്റോമിക് ആയിരിക്കണം, ആട്രിബ്യൂട്ട്സിൻ്റെ എല്ലാ വാല്യൂസ് അറ്റോമിക് ആയിരിക്കണം, അതിന് നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. രണ്ടാമത്തത് ആട്രിബ്യൂട്ട് ഷുഡ് നോട്ട് ഹാവ് മോർ ദാൻ 1 വാല്യൂ, ആട്രിബ്യൂട്ട്സ് മൾട്ടി വാല്യൂഡ് ആവരുത്. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒരു ഡാറ്റാബേസ് 1NF-ലാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ ഡാറ്റാബേസ്. ഇപ്പോൾ എക്സാമ്പിൾ ഡാറ്റാബേസ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഡാറ്റാബേസ്. ഈ ഡാറ്റാബേസിൻ്റെ ഒരു റിലേഷനാണിത്. ആ റിലേഷൻ്റെ പേര് ബുക്ക് ഇൻഫോ എന്നാണ്. ബുക്ക് ഇൻഫോ ആണ് അതിൻ്റെ പേര്. അതിൽ ഇത്രയും ആട്രിബ്യൂട്ട്സ് ആണുള്ളത്: ISBN, പ്രൈസ്, പേജ് കൗണ്ട്, PID, RID, റേറ്റിംഗ്. അപ്പം ഇതിൽ ഈ അടിവരയിട്ടിരിക്കുന്നതാണ് പ്രൈമറി കീസ്. ISBNും RID ആണ് പ്രൈമറി കീസ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു ബുക്കിന് തന്നെ ഇപ്പോൾ സെയിം ബുക്കിന് RID എന്ന് പറഞ്ഞാൽ റേറ്റിങ്ങിൻ്റെ ഐഡിയ ആണ്. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ റേറ്റിംഗ് IDയിൽ വന്നിരിക്കുന്ന റേറ്റിംഗ് ആണ്. അപ്പോൾ ഒരു ബുക്കിന് തന്നെ A001 എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ആ റേറ്റിങ്ങിന് ഇൻക്രിമെൻ്റ് ആയി പോകും. ഇതിൽ ഫസ്റ്റ് റേറ്റിംഗ് ഡിലീറ്റ് ആയിട്ടുണ്ടാവും, സെക്കൻഡ് റേറ്റിംഗും 8th റേറ്റിംഗാണ് ഇവിടെ കിടക്കുന്നത്. ഇപ്പോൾ ഈ ബുക്കിനാണെങ്കിൽ ഫസ്റ്റും 3rd-ഉം 5th-ഉം റേറ്റിംഗ് ആണ്, 2nd-ഉം 4th-ഉം റേറ്റിംഗ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു ബുക്കിന് 1-ൽ കൂടുതൽ റേറ്റിംഗ്സ് വരാം, നോർമലാണ്. ഇവിടെയും ഈ ബുക്കിന് 1-ൽ കൂടുതൽ റേറ്റിംഗ്സ് വന്നിട്ടുണ്ട്. അപ്പം ഒരു റോയിൽ തന്നെ ഈ RID, റേറ്റിംഗ് എന്നീ പറയുന്ന 2 കോളങ്ങൾക്ക്, 2 ആട്രിബ്യൂട്ടുകൾക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് വന്നിട്ടുണ്ട്. RID മൾട്ടിപ്പിൾ വാല്യൂസ്, റേറ്റിംഗ് മൾട്ടിപ്പിൾ റേറ്റിംഗ്. ഒരു ബുക്കിന് മൾട്ടിപ്പിൾ റേറ്റിംഗ് വന്നിട്ടുണ്ട്, ഒരു റോയിൽ മൾട്ടിപ്പിൾ വാല്യൂസ് വന്നിട്ടുണ്ട്. ഒരു റോയിൽ ഇവിടെ ഒരു വാല്യൂ ഉള്ളൂ, ഇവിടെ ഒരു റോയിൽ 3 വാല്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഈ ഡാറ്റാബേസ് 1NF-ലല്ല, അല്ലെങ്കിൽ ഈ ഡാറ്റാബേസ് ഫസ്റ്റ് നോർമൽ ഫോമിലല്ല. കാരണം മൾട്ടി വാല്യൂഡാണ്, RIDയും റേറ്റിംഗും മൾട്ടി വാല്യൂഡാണ്. അപ്പോൾ ഇതിനെ നോർമൽ ഫോം ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു റോയിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 റോ ആയിട്ട് മാറ്റും. അപ്പോൾ ഇത്രയും വാല്യൂ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, എന്നിട്ട് അത് ഇതിനെ ഒരു റോ ആക്കും. ഇത്രയും വാല്യൂസ് വെച്ച് തന്നെ രണ്ടാമത്തെ റോയും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ 2ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് എഴുതി കഴിയുമ്പം നമുക്കിങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടാം. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, സെയിം ബുക്കിന്, അതായത് ഈ ISBN ഉള്ള ബുക്കിന് 2 റേറ്റിംഗ് ഉണ്ട്, അപ്പോൾ 2 റോ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഈ ബുക്കിന് 4 അവസാനം വരുന്ന ഈ ബുക്കിന് 1, 2, 3 റോ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ്. അപ്പം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ റോയിലും എല്ലാ ആട്രിബ്യൂട്ടിനും, എല്ലാ കോളത്തിനും സിംഗിൾ വാല്യൂ ആണ്. 1-ൽ കൂടുതൽ വാല്യൂസ് ഒരു റോയിലും വന്നിട്ടില്ല, ഒരു ആട്രിബ്യൂട്ടിനും. അപ്പോൾ നമുക്ക് പറയാം ഈ ബുക്ക് എന്ന് പറയുന്ന ഈ റിലേഷൻ ഇപ്പോൾ ഫസ്റ്റ് നോർമൽ ഫോമിലാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വന്നത് റിഡൻഡൻസി വന്നു, കണ്ടമാനം റിഡൻഡൻസി വന്നു. ISBN റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പ്രൈസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, വേജ് കൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഈ PID റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. PID എന്ന് പറഞ്ഞാൽ പബ്ലിഷർ ID, അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് സോൾവ് ചെയ്യാനാണ് നമ്മൾ സെക്കൻഡ് നോർമൽ ഫോമിലേക്ക് പോകുന്നത്. ഇപ്പോൾ അടുത്ത നോർമൽ ഫോമാണ് സെക്കൻഡ് നോർമൽ ഫോം. ഈ സെക്കൻഡ് നോർമൽ ഫോം പറയുന്നത് ഇതാണ്. ഒന്നാമത്തെ കണ്ടീഷൻ, all relations must be in ഫസ്റ്റ് നോർമൽ ഫോം. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, എല്ലാ റിലേഷൻസും ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം. രണ്ടാമത്തത് all non-prime attributes must be
fully dependent on primary key അല്ലെങ്കിൽ candidate key. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആയാൽ നമുക്ക് പറയാം ഒരു ഡാറ്റാബേസ് സെക്കൻഡ് നോർമൽ ഫോമിലാണെന്ന്. ഇപ്പം ഈ സെക്കൻഡ് നോർമൽ ഫോം ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്താ നമ്മളിതുവരെ പറഞ്ഞിട്ടില്ല. അതുപോലെ ഫുള്ളി ഡിപ്പെൻഡൻറ്റ് ഈ കൺസെപ്റ്റും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രൈമറി കീ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മുടെ ഡാറ്റാബേസ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നേരത്തെ കണ്ട ഡാറ്റാബേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. അപ്പം ISBNും റേറ്റിംഗ് ഐഡിയും ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് പ്രൈമറി കീ. അപ്പോൾ ഈ പ്രൈമറി കീയിൽ വരുന്ന ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും പ്രൈം ആട്രിബ്യൂട്ട്സ് ആണ്. ഇനി പ്രൈമറി കീയിലെ മെമ്പേഴ്സ് അല്ലാത്ത ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ്, പേജ് കൗണ്ട്, PID, റേറ്റിംഗ് ഇതെല്ലാം നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ആണ്. ശരിക്കും ഡെഫിനേഷൻ പറഞ്ഞാൽ ഒരു കാൻഡിഡേറ്റ് കീയിലെ മെമ്പറായ ആട്രിബ്യൂട്ടുകളെയാണ് നമ്മൾ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഒരു കാൻഡിഡേറ്റ് കീയിലും മെമ്പർ ആവാത്ത ആട്രിബ്യൂട്ടുകളെയാണ് നമ്മൾ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയുകയാണെങ്കിൽ ഒരു റോയിനെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആട്രിബ്യൂട്ടുകളുടെ സെറ്റിനെയാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ISBN RID ഈ 2 ആട്രിബ്യൂട്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ അതൊരു കാൻഡിഡേറ്റ് കീ ആണ്. വേറെ കാൻഡിഡേറ്റ് കീ ഒന്നും ഇപ്പോൾ ഇതിന് അവൈലബിൾ അല്ല. ഇവിടെ ഒരു കാൻഡിഡേറ്റ് കീ ഉള്ളൂ. അപ്പോൾ ആ കാൻഡിഡേറ്റ് കീയിലെ മെമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ആ കാൻഡിഡേറ്റ് കീയിലെ മെമ്പർ അല്ലാത്ത ബാക്കിയുള്ള ആട്രിബ്യൂട്ടുകളാണ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ആട്രിബ്യൂട്ടുകളെ വെച്ചിട്ടാണ് നമ്മൾ ഡിപ്പെൻഡൻസി പറയാം. അപ്പോൾ ഡിപ്പെൻഡൻസി ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ ഈ ആട്രിബ്യൂട്ടിനെ X എന്ന് വിളിക്കുകയാണ്. അതായത് X എന്ന് പറഞ്ഞാൽ ഈ 2 ആട്രിബ്യൂട്ടും ISBNും RID ഇത് രണ്ടും ചേർന്നാണ് X എന്ന് വിളിക്കുകയാണ്. ഇനി Y എന്ന് പറയുന്നത് ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സ് പ്രൈസ്, പേജ് കൗണ്ട്, PID, റേറ്റിംഗ് ഇതിനെ Y എന്ന് പറയുന്നത്. നമ്മളിവിടെ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ Xൻ്റെയും Yൻ്റെയും വാല്യൂ എടുത്തിട്ട് അത് സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ Xൻ്റെ വാല്യൂ എടുത്തിട്ട് ISBNൻ്റെയും RIDൻ്റെയും വാല്യൂ എടുത്തിട്ട് അത് രണ്ടും സെയിം ആയിട്ട് വരുന്ന വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും സെയിം ആയിരിക്കും. ഇനിയിപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും X ഡിറ്റർമൈൻസ് Y എന്ന് പറയും. അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം X ഡിറ്റർമൈൻസ് Y എന്ന് പറയും. X ഡിറ്റർമൈൻസ് Y എന്ന് ഇങ്ങനെ എഴുതും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളായി പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റേറ്റിംഗ് എന്ന് പറയുന്നത് ISBNും RIDയും സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ റേറ്റിംഗ് സെയിം ആയിരിക്കും. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പേജ് കൗണ്ട് നോക്കാം. പേജ് കൗണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ISBN സെയിം ആയിട്ട് വരുന്നതിൻ്റെ എല്ലാം പേജ് കൗണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ISBN 800, ആ സെയിം ISBN വന്നപ്പോൾ വീണ്ടും നമുക്ക് 800 കിട്ടി. അതുപോലെ പ്രൈസും അതേപോലെ തന്നെ. പ്രൈസ് അങ്ങനെ പറയാൻ പറ്റില്ല. ഇനി PID ISBN ഏതാണോ അതിന് P001 ആണ്. സെയിം ISBN വന്നപ്പോൾ സെയിം PID നമുക്ക് കിട്ടി. അതേപോലെ ഇവിടെ ഇതുപോലെ സെയിം ISBN വന്നപ്പോൾ സെയിം പേജ് കൗണ്ടും സെയിം PIDയും കിട്ടി. സെയിം ISBN വന്നപ്പോൾ സെയിം പേജ് കൗണ്ടും സെയിം PIDയും. അപ്പം സെയിം ISBN സെയിം പേജ് കൗണ്ട് സെയിം PID. അപ്പോൾ നമുക്ക് പറയാം ISBN കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പേജ് കൗണ്ടും PIDയും കിട്ടും. അതിലിവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പേജ് കൗണ്ടും പ്രൈസും റിലേറ്റഡ് ആണ്. അപ്പോൾ പേജ് കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൈസ് നമുക്ക് കിട്ടും. അപ്പോൾ 800 എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് 25 എന്നാണ് പ്രൈസ് വന്നിരിക്കുന്നത്. അല്ല 860 എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം 35 ആണ്. 500 എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം 30 ആണ്. നമുക്ക് പറയാം
പേജ് കൗണ്ട് ഡിറ്റർമൈൻസ് പ്രൈസ്. അതായത് പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് പേജ് കൗണ്ട് നോക്കിയാൽ മതി. പേജ് കൗണ്ട് സെയിം ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസും സെയിം ആയിരിക്കും. ഇതിനൊക്കെയാണ് നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. അതുപോലെയാണ് റേറ്റിങ്ങിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ISBNും RIDയും ഒരുമിച്ച് കിട്ടിയാലേ നമുക്ക് റേറ്റിംഗ് സെയിം ആണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സെയിം വരുന്നത് A006 മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ A006ന് 7 ആണ്, ഇവിടെ A006ന് 4 ആണ്. അപ്പോൾ A006 മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റേറ്റിംഗ് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ RIDയും ISBNും ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ റേറ്റിംഗ് യൂണീക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിവിടെ പറയാം ISBN, RID ടുഗദർ ഡിഫൈൻസ് റേറ്റിംഗ്. അപ്പോൾ ഇതൊക്കെയാണ്, ഈ മൂന്നെണ്ണമാണ് നമ്മുടെ ഈ ടേബിളിൽ അല്ലെങ്കിൽ ഈ റിലേഷനിലുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണ് ഒരു കോളം മറ്റ് കോളങ്ങളുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കോളത്തിൻ്റെ വാല്യൂ മറ്റ് കോളമായിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്. ഇത് പറയാനാണ് നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ് ഡയഗ്രാമായിട്ട് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. ISBNും RIDയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റേറ്റിംഗ് ഡിറ്റർമൈൻ ചെയ്യാം. അതിൽ ISBN കിട്ടിക്കഴിഞ്ഞാൽ പ്രൈസും പേജ് കൗണ്ടും PIDയും കണ്ടുപിടിക്കാം. ഞാൻ പ്രൈസ് നേരത്തെ എഴുതാൻ വിട്ടുപോയി. ഇപ്പോൾ പ്രൈസും പേജ് കൗണ്ടും PIDയും കിട്ടാം. ഇനി പേജ് കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രൈസും കിട്ടും. ഇതിനാണ് നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇനി ഫുള്ളി ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരു കൺസെപ്റ്റ് കൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ്. രണ്ടാമത്തത് ഫുള്ളി ഡിപ്പെൻഡൻസി ആൻഡ് പാർഷ്യൽ ഡിപ്പെൻഡൻസി. ഫുള്ളി ഡിപ്പെൻഡൻറ്റ് ആൻഡ് പാർഷ്യലി ഡിപ്പെൻഡൻറ്റ്. ഇപ്പോൾ ഫുള്ളി ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡിപ്പെൻഡൻ്റ് അർത്ഥം എത്രയേ ഉള്ളൂ, ഡിപ്പെൻഡ്സ് ഓൺ all prime attributes. Depends on all prime attributes. ഈ പാർഷ്യലി ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ എ സബ്സെറ്റ് ഓഫ് പ്രൈം ആട്രിബ്യൂട്ട്സ്. ഇപ്പോൾ പാർഷ്യലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ എല്ലാ പ്രൈം ആട്രിബ്യൂട്ടിലും ഡിപ്പെൻഡൻസി വരണമെന്നില്ല. അപ്പോൾ എക്സാമ്പിൾ നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. റേറ്റിംഗ് എന്ന് പറയുന്ന കോളം ഇവിടുത്തെ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ISBNും RIDയും ഒരുമിച്ചാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാണ് നമ്മുടെ പ്രൈം ആട്രിബ്യൂട്ട്സ് വരുന്നത്. ഇവിടെ റേറ്റിംഗ് ഈ രണ്ട് വാല്യൂ ഉണ്ടെങ്കിൽ റേറ്റിംഗ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് വാല്യൂവിനും ഡിപ്പെൻഡൻ്റ് ആണ് റേറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ പേജ് കൗണ്ട്, PID, പ്രൈസ് എന്നൊക്കെ പറയുന്നത് ISBNിൽ മാത്രം ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ശരിക്കും നമുക്ക് വേണ്ടിയിരുന്നത് ISBNിലും RIDയിലും ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. അപ്പോൾ സെക്കൻഡ് നോർമൽ ഫോം ഇതാണ് പറയുന്നത്. നമുക്കൊരു പ്രൈം ആട്രിബ്യൂട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സ് എല്ലാം ഈ പ്രൈം ആട്രിബ്യൂട്ട്സിൻ്റെ കംപ്ലീറ്റ് സെറ്റിനും കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. അതിൽ ഒരു മെമ്പറിന് മാത്രം ഡിപ്പെൻഡൻ്റ് ആയി പോകരുത്. ഇപ്പോൾ റേറ്റിംഗ് എടുത്തപ്പോൾ അത് ശരിയാണ്, ഇതിന് രണ്ടിനും ഡിപ്പെൻഡൻ്റ് ആണ് റേറ്റിംഗ്. പക്ഷേ പേജ് കൗണ്ടും PIDയും പ്രൈസും ഈ മൊത്തം സെറ്റിലെ ISBNന് മാത്രമാണ് ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ ഇത് സെക്കൻഡ് നോർമൽ ഫോമിലല്ല. അപ്പോൾ ഇതിനെ സെക്കൻഡ് നോർമൽ ഫോമിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ശരിയായി കിട്ടിയ കാര്യം നമ്മൾ അതേപടി വെക്കും. അതായത് ISBN, RID, റേറ്റിംഗ് ഈ മൂന്നെണ്ണം ഓക്കെയാണ്. അപ്പോൾ ISBN, RID, റേറ്റിംഗ് എന്ന് പറയുന്ന ഈ ഡിപ്പെൻഡൻസി നമ്മൾ അതേപടി കീപ്പ് ചെയ്യും. അതായത് ഈ ഡിപ്പെൻഡൻസി നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. ISBNും RIDയും ചേർന്നിട്ടാണ് റേറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി 1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിപ്പെൻഡൻസി അതേപോലെ വെക്കും. അപ്പോൾ ഇത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ISBN, RID, റേറ്റിംഗ് ഇങ്ങനൊരു റിലേഷൻ കിട്ടും. അപ്പോൾ ഈ റിലേഷൻ അതേപടി വെക്കും. ഇനി ബാക്കിയുള്ള
ഡിപ്പെൻഡൻസി. ബാക്കിയുള്ള ഡിപ്പെൻഡൻസി പറയുന്നതാണ് ISBN ഡിറ്റർമൈൻസ് പ്രൈസ്, പേജ് കൗണ്ട് ആൻഡ് PID. അപ്പോൾ ബാക്കിയുള്ള പ്രൈം കീ എടുക്കുക, എന്നിട്ട് ISBN എടുക്കുക. ISBN പിന്നെ അതിന് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്ന വാല്യൂസ് പ്രൈസ്, പേജ് കൗണ്ട്, PID. അപ്പോൾ അതിന് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്ന വാല്യൂസ് എല്ലാം ചേർന്നിട്ട് പുതിയൊരു റിലേഷൻ ഇടുക. നമ്മൾ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി 1-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കി, ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി 2-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ ഈ ഒരു ടേബിളിനെ സ്പ്ലിറ്റ് ചെയ്ത് 2ആയിട്ട് മാറ്റി. ഇപ്പം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്ന് പറയുന്ന ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് കംപ്ലീറ്റ്, ഇപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടുത്തെ പ്രൈമറി കീ, ഇവിടുത്തെ പ്രൈമറി കീ ISBN ആണ്. അപ്പോൾ ISBN RID ചേർന്നാലാണ് നമുക്ക് റേറ്റിംഗ് കിട്ടുള്ളൂ. ഇവിടെ ISBN മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈസും പേജ് കൗണ്ടും PID എല്ലാം കിട്ടും. അപ്പം നമുക്ക് പറയാം ഈ റിലേഷനും ഇപ്പോൾ സെക്കൻഡ് നോർമൽ ഫോമിലാണ്. അപ്പം സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, ഈ 2 റിലേഷനായിട്ടാണ് കിട്ടുക. അപ്പോൾ ആദ്യത്തെ റിലേഷൻ നമ്മൾ ബുക്കെന്നും രണ്ടാമത്തെ റിലേഷനെ റിവ്യൂ എന്നും പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് നോർമൽ ഫോമിലാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. വേറൊരു എളുപ്പ വഴി ഉണ്ടെന്ന് വെച്ചാൽ, നമ്മൾ പ്രൈമറി കീ എന്ന് പറയുന്നത് സിംഗിൾ കോളമാണ് പ്രൈമറി കീ ആയിട്ട് വരുന്നതെങ്കിൽ അത് എപ്പോഴും സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കും. ഇനി ഒന്നിൽ കൂടുതൽ കോളംസ് പ്രൈമറി കീ ആയിട്ട് വരുവാണെങ്കിൽ ആണ് ഈ പ്രശ്നം വരുന്നത്. ഒന്നിൽ കൂടുതൽ കോളംസ് പ്രൈമറി കീ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് നോർമൽ ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇത് സെക്കൻഡ് നോർമൽ ഫോമിലായി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് നോർമൽ ഫോമാണ്. ഇപ്പോൾ തേർഡ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 3NF, തേർഡ് നോർമൽ ഫോം എന്ന് പറയുന്നതാണ്. ഒന്നാമത്തത് all relations must be in സെക്കൻഡ് നോർമൽ ഫോം. ഒന്നാമത്തെ കേസ് എല്ലാ റിലേഷനും സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കണം. രണ്ടാമത്തെ കേസ് all non-prime attribute must be dependent on primary key attributes. നോൺ പ്രൈം ആയിട്ടുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും പ്രൈമറി കീയിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. അത് മാത്രമല്ല, ആൻഡ് there should not be any transitive dependency on prime attributes. ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി, ഇതാണ് പുതിയ ടേം. ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടാവാൻ പാടില്ല. അതാണ് 3NFൻ്റെ ബേസിക് ഐഡിയ. അപ്പോൾ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നതാണ്, നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ആ റിലേഷൻഷിപ്പിൽ ഒരു പ്രൈമറി കീ ഉണ്ട്, ഇനി പ്രൈമറി കീ അല്ലാത്ത കുറേ ആട്രിബ്യൂട്ട്സും ഉണ്ട്. അപ്പോൾ ഇതിലുള്ള ഡിപ്പെൻഡൻസി എല്ലാം ഈ ഒരു ഫോമിലായിരിക്കണം. X determines A1, X determines A2, etc. X determines AN. ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം. A2 determines A3, A2 determines AN. ഈ ഒന്നും ഇങ്ങനത്തെ ഡിപ്പെൻഡൻസി ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് നമുക്കുള്ള ഡിപ്പെൻഡൻസി എല്ലാം പ്രൈമറി കീയിൽ നിന്നും ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സിലേക്ക് ഡയറക്റ്റ്ലി ആയിരിക്കണം. ഇനി നോൺ പ്രൈമറി കീയിൽ നിന്നും വേറൊരു നോൺ പ്രൈമറി കീയിലേക്ക് ഡിപ്പെൻഡൻസി ഉണ്ടാവാൻ പാടില്ല. ഇനി നോൺ പ്രൈമറി കീയിൽ നിന്നും ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ എക്സിലേക്കായിരിക്കണം, അല്ലെങ്കിൽ
അത് y എന്ന് പറയുന്നൊരു ഇതിലേക്കായിരിക്കണം. ആൻഡ് y മസ്റ്റ് ബി എ സബ്സെറ്റ് ഓഫ് എക്സ്. y എക്സിൻ്റെ ഒരു സബ്സെറ്റ് ആവണം. അതായത് എക്സ് എന്ന് പറയുന്നത് ചിലപ്പം ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് ചേർന്നതായിരിക്കാം. അപ്പം ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ പ്രൈമറി കീയിൽ നിന്നും മാത്രമേ ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സിലേക്ക് ഡിപ്പെൻഡൻസി പോകാൻ പാടുള്ളൂ. നോൺ പ്രൈമറി ആട്രിബ്യൂട്ട്സിൽ നിന്നും നോൺ പ്രൈമറി ആട്രിബ്യൂട്ട്സിലേക്ക് ഡിപ്പെൻഡൻസി പോകാൻ പാടില്ല. ഇനി നോൺ പ്രൈമറി കീ ആട്രിബ്യൂട്ട്സിൽ നിന്നും ഡിപ്പെൻഡൻസി സ്റ്റാർട്ട് ആവുന്നുണ്ടെങ്കിൽ അത് എൻഡ് ആവേണ്ടത് പ്രൈമറി കീയിലായിരിക്കണം, അല്ലെങ്കിൽ പ്രൈമറി കീൻ്റെ ഒരു സബ്സെറ്റിലായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അത് 3NF-ലാണ്. നമുക്ക് സെയിം എക്സാമ്പിൾ ഒന്നുകൂടെ നോക്കാം. ഇത് നമ്മൾ സെക്കൻഡ് NF-ലാക്കിയ ടേബിൾസാണ് ഇത് രണ്ടും. ഇപ്പോൾ സെക്കൻഡ് NF-ലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ ഓൾറെഡി ഒരു കോളമേ ഉള്ളൂ, എന്ത് നോൺ പ്രൈമറി ആയിട്ടുള്ളത്. ആ നോൺ പ്രൈമറി കീയിൽ ഡിപ്പെൻഡൻസി ഒന്നുമില്ല. അതായത് റേറ്റിംഗ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള വാല്യൂസിനൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഇത് രണ്ടും ഇതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. ഇത് മാത്രമാണ് അതിൻ്റെ ഡിപ്പെൻഡൻസി വരുന്നത്. അപ്പോൾ ഈ കോളത്തിന് ഈ റിലേഷനിൽ ഒരു പ്രശ്നമല്ല, പക്ഷേ ഈ റിലേഷനിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ റിലേഷനിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ISBN ആണ് പേജ് കൗണ്ടും PIDയും പ്രൈസും ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് ISBN വെച്ചിട്ട് നമുക്ക് ഈ 3 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ISBN സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ വാല്യൂസും സെയിം ആയിരിക്കും. സെയിം ISBN ഉള്ളതിന് സെയിം പ്രൈസ് ആയിരിക്കും, സെയിം പേജ് കൗണ്ട് ആയിരിക്കും, സെയിം PID ആയിരിക്കും. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുള്ളത്, പേജ് കൗണ്ട് വെച്ചിട്ട് നമുക്ക് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഈ റിലേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പേജ് കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പ്രൈസ് കിട്ടും. അപ്പം ഇതിൽ 2 ഡിപ്പെൻഡൻസി ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതാണ്, ISBN ഡിറ്റർമൈൻസ് പ്രൈസ്, പേജ് കൗണ്ട് ആൻഡ് PID. ഇതാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി 1. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് പേജ് കൗണ്ട് ഡിറ്റർമൈൻസ് പ്രൈസ്. ഇതാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി 2. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമത്തേത് പ്രശ്നമില്ല, ഫങ്ഷണൽ ഡിപ്പെൻഡൻസി 1 പ്രശ്നമില്ല. കാരണം ഒരു പ്രൈമറി കീയിൽ നിന്നും അല്ലെങ്കിൽ പ്രൈമറി ആട്രിബ്യൂട്ടിൽ നിന്നും നോൺ പ്രൈമറി ആട്രിബ്യൂട്ട്സിലേക്കാണ് ഡിപ്പെൻഡൻസി പോയേക്കുന്നത്. അപ്പോൾ അത് പ്രശ്നമല്ല. രണ്ടാമത്തത് പ്രശ്നമാണ്, ഒരു നോൺ പ്രൈമറി ആട്രിബ്യൂട്ടിൽ നിന്നും നോൺ പ്രൈമറി ആട്രിബ്യൂട്ടിലേക്കാണ് ഡിപ്പെൻഡൻസി വലിക്കുന്നത്. അപ്പോൾ ഇത് പ്രോബ്ലമാണ്. അപ്പോൾ ഇതാണ് 3NF ആവുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്. അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യുന്നത് വെച്ചാൽ, അഗൈൻ ഈ ടേബിളിനെ സ്പ്ലിറ്റ് ചെയ്ത് 2ആയിട്ട് മാറ്റും. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ആ പ്രശ്നം ഉണ്ടാക്കുന്ന 2 കോളത്തിനെയും നമ്മൾ അവിടെ നിന്ന് മാറ്റും. പേജ് കൗണ്ട്, പ്രൈസ്, ഇതിനെ രണ്ടിനെയും വേറൊരു സെപ്പറേറ്റ് റിലേഷൻ ആക്കിയിട്ട് ആ റിലേഷനിൽ ഇടുകയും പേജ് കൗണ്ടിനെ പ്രൈമറി ആയിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം പേജ് കൗണ്ടാണ് പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ പേജ് കൗണ്ടിനെ പ്രൈമറി ആയിട്ട് സെറ്റ് ചെയ്യും. ആ പേജ് കൗണ്ടിനെ നമ്മൾ ഇതിൽ വെക്കും, പ്രൈസ് ഇതിൽ നിന്ന് ഒഴിവാക്കും, ഒറിജിനൽ ടേബിളിൽ നിന്ന് ഒഴിവാക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നം ഒഴിവാക്കി. ഇപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ISBN പേജ് കൗണ്ടിനെയും PIDനെയും മാത്രമാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവിടെ പേജ് കൗണ്ട് പ്രൈസിനെ മാത്രമാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നോൺ പ്രൈമറി ആട്രിബ്യൂട്ട് വേറൊരു നോൺ പ്രൈമറി ആട്രിബ്യൂട്ടിനെ എന്ത് ചെയ്യുന്നില്ല, ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. അതാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി വരുന്നത്. ഇപ്പോൾ പ്രൈമറിയിൽ നിന്നും നോൺ പ്രൈമറിയിലേക്ക് മാത്രമേ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി പോകുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ ടേബിൾ ഇപ്പം 3rd നോർമൽ ഫോമിലാണ്. ഇനി ലാസ്റ്റ് നോർമൽ ഫോമാണ് ബോയ്സ് കോഡ് നോർമൽ ഫോം. ബോയ്സ് കോഡ് നോർമൽ ഫോമാണ് നമ്മൾ നോക്കാൻ പോകുന്ന ലാസ്റ്റ് നോർമൽ ഫോം. ഷോർട്ടായിട്ട് നമ്മൾ BCNF എന്ന് പറയാം, ബോയ്സ് കോഡ് നോർമൽ ഫോം. ബോയ്സ് കോഡ് നോർമൽ ഫോം ആണുള്ള കണ്ടീഷൻ എന്ന് പറയാം. ഒന്നാമത്തത് all relations must be in 3rd normal form. രണ്ടാമത്തത് there should not be any
any dependency starting from non-prime ആട്രിബ്യൂട്ട്സ്. അതായത് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഡിപ്പെൻഡൻസി ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് ക്ലിയർ ആയിട്ടും നമ്മുടെ നേരത്തെ എക്സാമ്പിൾ 3NF-ലുമാണ്, എന്താണ് BCNF-ലുമാണ്. കാരണം ഇവിടെ ഡിപ്പെൻഡൻസി ഒന്നും തന്നെ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സിൽ നിന്ന് സ്റ്റാർട്ട് ആവുന്നില്ല. എല്ലാ ഡിപ്പെൻഡൻസിയും പ്രൈം ആട്രിബ്യൂട്ട്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡാറ്റാബേസിൻ്റെ നോർമൽ ഫോം ഏതാണ് എന്ന് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇനി നമുക്ക് വീണ്ടും പ്രാക്ടിക്കൽ സെഷനിലേക്ക് തിരിച്ചു പോകാം. ട്രിഗർ പോലെയുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. താങ്ക് യു.